കേരളത്തിലിപ്പോൾ നല്ല ശതമാനം പുരുഷന്മാർക്കുണ്ട് പെണ്ണ് കിട്ടാത്ത. എല്ലാവർക്കും പെണ്ണ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേര് മാത്രമാണ് മാരേജ്. മാരേജ്. കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്ന ഈ അഭിപ്രായങ്ങളും ഉണ്ടാ. എൻ്റെ അഭിപ്രായം ഇതല്ല, മറ്റുള്ളവർ എൻ്റെ അഭിപ്രായം ഇതല്ല. ഈ രണ്ട് അഭിപ്രായം തമ്മിൽ അടിയാണ്. നായക്കറിയോ ദൈവം ഉണ്ടെന്ന്, പശുവിനറിയോ ദൈവം ഉണ്ടെന്ന്, ലോകത്തൊരു ജീവിക്കും ദൈവമില്ല. അതിന് ദൈവം ഉണ്ടെന്ന് അറിയേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ കാര്യം. ബോധമുണ്ടെങ്കിലേ ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള തോന്നൽ വരേണ്ട ആവശ്യമുള്ളൂ. സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യാൻ വളരെ ഓപ്പണായിട്ട് സമൂഹം അതിനെ അടക്കി വിവാഹം എന്ന് പറയുന്ന വ്യവസ്ഥയെപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത് ഡീൽ ചെയ്യുക? നമ്മളിപ്പോഴാണ് സ്പിരിച്വൽ ആവുന്നത്. ഇതിന് പ്രത്യേക പ്രായമുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് ഒരു 10-40 വയസ്സാകുമ്പോൾ ജീവിതം മടുത്ത് ഇനി കുറച്ച് നാൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവാം. അതാണോ സ്പിരിച്വാലിറ്റി? ഈ പ്രായപൂർത്തിയാവുന്ന പോലെ അല്ലെ? ആ, സ്പിരിച്വലായി പ്രായപൂർത്തിയായി, നിനക്ക് സ്പിരിച്വൽ ആവാനുള്ള പ്രായമായി. പ്രായമായി. ഓക്കെ, ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് നമ്മൾ വാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന പോലെ. അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു തിരിച്ചറിവാണല്ലോ ഒരാൾ സ്പിരിച്വൽ ആണോ അല്ലേ എന്ന് പറയുന്നത്. എനിക്ക് സത്യത്തിൽ സ്പിരിച്വൽ എന്ന വാക്കിനോട് ചെറിയ വിയോജിപ്പുള്ള ആളാണ്. അപ്പോൾ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ഒരു ഡൈക്കോട്ടമിയാണത്, ഒരു ദ്വൈതം സൃഷ്ടിക്കലാണ്. അതായത് നിങ്ങളൊരു സ്പിരിച്വലായ ഒരു മനുഷ്യൻ, അപ്പോൾ നിങ്ങളെ മേലിൽ നിന്ന് കുറേ കാര്യങ്ങൾ സമൂഹം എക്സ്പെക്റ്റ് ചെയ്യും. അയാളൊരു സ്പിരിച്വലായ മനുഷ്യനായിട്ട് അയാൾ ചായക്കടയിൽ പോയി ചായ കുടിച്ചു ഒക്കെ പറഞ്ഞു കളയും. അങ്ങനെ അത് ഏറ്റവും ചെറിയ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ കൂടി 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 വരും. അത് കാരണം സത്യത്തിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, ഈ ഗുരുക്കന്മാർക്കൊക്കെ ഡിപ്രഷൻ വന്നാൽ എന്ത് ചെയ്യും? ആരുടെ പറയാൻ പോലും പറ്റില്ല. സത്യസന്ധ വരുമോ? വരുമോ എന്നുള്ളത് ഇപ്പം ഇതൊരു ന്യൂറോ കെമിക്കലിന്റെ കാര്യമല്ലേ. ചില സമയത്ത് വന്നാൽ എന്ത് ചെയ്യും? അതെ, നമുക്ക് കൺട്രോൾ ചെയ്യാത്ത കാര്യമെന്ന് വിചാരിക്കുക. ഗുരുക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരെ കാര്യം ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ഗുരുക്കന്മാരല്ല. അല്ല. ആ, ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക്, സാധാരണ മനുഷ്യന്മാർ, ഗുരുക്കന്മാരുടെ ലേബൽ കിട്ടുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഡിപ്രഷൻ വന്നാൽ എന്ത് ചെയ്യും? ഒരു ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഒരു രഹസ്യമായിട്ട് എവിടെയൊക്കെയോ പോയിട്ട് ഐഡൻറ്റിറ്റി ഒക്കെ മറച്ചു വെച്ചു. കാരണം അയാൾക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മറ്റേ ആൾ ചോദിക്കും, നിങ്ങൾ ഇത്ര സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ വരാൻ പാടുണ്ടോ? ഇപ്പോൾ ചോദിച്ചില്ലേ, ഡിപ്രഷൻ വരാൻ പാടുണ്ടോ? ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഡൈക്കോട്ടമി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് വളരെ ശക്തമായിട്ടുള്ള ഡൈക്കോട്ടമി, ഒരു എന്താ പറയുക, ഒരു ദ്വന്ദ്വം. ദ്വന്ദ്വം സൃഷ്ടിക്കലുണ്ട്. ആ ദ്വന്ദ്വം സൃഷ്ടിക്കൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് സ്പിരിച്വൽ മെറ്റീരിയൽ എന്നുള്ള ദ്വന്ദ്വം ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഒരു ചിന്ത. ഇപ്പോൾ കുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യം, ഞാൻ സ്പിരിച്വലാണ്, റിലീജിയസ് അല്ല. അപ്പോൾ എൻ്റെ അമ്മൂമ്മയൊക്കെ വളരെ സ്പിരിച്വൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ റിലീജിയോസിറ്റിയാണ് അമ്പലത്തിൽ പോകുന്നത് പറഞ്ഞാൽ, അമ്മൂമ്മ ഞാൻ ജീവിതത്തിൽ അമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അമ്മൂമ്മ എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യയ്ക്ക്, ടീച്ചറായിരുന്നു അമ്മൂമ്മ, സന്ധ്യയ്ക്ക് ഭസ്മമൊക്കെ തൊട്ട് അവിടെ ഇരുന്ന് നാമം ജപിക്കുകയും, ഒപ്പം ആ സമയത്ത് ഞങ്ങളെല്ലാം കൂടെ ഇരുത്തി അമ്മൂമ്മ നാമം ചൊല്ലിക്കുകയും ആ സമയത്തുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. ഡീപ്പറായിട്ടുള്ള റിഫ്ലക്ഷൻസ് കുട്ടികളെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടി സംസാരിക്കും. എൻ്റെ അമ്മച്ചൻ എത്തീസ്റ്റ് ആയിരുന്നു, സ്ട്രോങ് എത്തീസ്റ്റ് ആയിരുന്നു, മരണം വരെ എത്തീസ്റ്റ് ആയിരുന്നു. പക്ഷേ അമ്മച്ചൻ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അമ്മച്ചൻ്റെ അത്രയും ബോധ നിലവാരമുള്ള ഒരു ആധ്യാത്മികവാദി ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു അദ്ദേഹം റൂട്ടഡ് ഇൻ ഹിസ് എസൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ 100% എതിരായിരുന്നു. ഞാൻ ഇതൊക്കെ പറയുന്ന സമയത്ത് എന്നെ കളിയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ എന്തെങ്കിലുമൊക്കെ തന്ത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നീ വെറുതെ സമയം കളയണ്ടെന്നൊക്കെ എന്നോട് എത്രയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മച്ചൻ്റെ അത്രയും തെളിമയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതൊരു സോളിൻ്റെ എന്താ പറയുക, നമ്മുടെ അകത്തെ സോൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറച്ചൊരു ഒരു മിസ്റ്റിക്കലായുള്ള ടേമാന്ന് തോന്നുന്നു. അങ്ങനെ വേണ്ട, മനുഷ്യനൊരു ഇന്നറായിട്ടുള്ള ഒരു ബോധം ഉണ്ടല്ലോ. അപ്പം ഞാൻ സംസാരിക്കുമ്പോഴും അനുപമ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുമ്പോഴും ഇന്നറായ അനുപമയുടെ ബോധത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ ഒരു ഇന്നറായിട്ടുള്ള ബോധം എത്ര തെളിമയോടെ കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ചില ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കും, പറയുമ്പോൾ പിന്നെ നീ പറഞ്ഞിട്ട് പോടാ, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി. അയാൾ പുറത്ത് കുരുത് വിടുകയോ മാലയിടുകയോ ഒക്കെ ചെയ്തിട്ട് എന്താ കാര്യം? അയാളൊരു കാര്യമില്ല. അയാൾ എത്ര സ്പിരിച്വലാണെന്ന് അഭിനയിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരുവനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ സത്യത്തിൽ ഒരു ആത്മീയവാദിയാണോ? ഞാൻ ഒരു വളരെ കൃത്യമായി എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും ശ്രദ്ധിക്കുന്ന ഒരാളാണോ? അങ്ങനെ ചോദിച്ചാൽ നല്ലൊരു ശതമാനം ആളുകൾ അല്ല എന്നായിരിക്കും ഉത്തരം പറയുക. ഇനി ആണ് എന്ന് പറയുന്നവൻ ആണ് എന്ന് പറയില്ല. അവനെ നമുക്ക് കാണുക വല്ല പ്രകൃതിയുമായിട്ട് ഇടപെട്ടുകൊണ്ടോ, അവൻ ലോകവുമായിട്ട് വളരെ സന്തോഷകരമായിട്ട് ഇടപെട്ടുകൊണ്ടോ ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഴയ തലമുറ, അമ്മൂമ്മയും അമ്മച്ചനൊക്കെ ഉണ്ടായിരുന്ന ആ തലമുറ, അവർ വളരെ സ്പിരിച്വലായിരുന്നു. അവർ ജെന്യുവനായിട്ട് കാര്യങ്ങൾ ഇടപെടുമായിരുന്നു, സംസാരിക്കുക. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അങ്ങനെയാണ്, കുറേ അതെ. വളരെ ജെന്യുവൻ, ട്രാൻസ്പെറന്റ് ആണ് അവർ ഭയങ്കര. വളരെ
ഒരു കൈൻഡ് ഓഫ് ബ്രൂട്ടൽ ട്രാൻസ്പെറൻസി ഉണ്ട്. കൂടുതലാ. അപ്പോൾ അതുകൊണ്ട് ചില തലത്തിൽ അപകടമാണ്. എന്നാൽ അതിലൊരു ഇമോഷണൽ മെച്യൂരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാലം അതിനനുസരിച്ച് മാറ്റുമായിരിക്കും. നമ്മൾ അതിന് അഭിപ്രായം പറയാൻ ആളല്ല. കാരണം നമ്മൾ ചിലപ്പോൾ നിയാൻഡർത്താലാവുന്ന സമയത്ത് ഹോമോസാപ്പിയൻ ഉണ്ടായ വീട്ടിൽ ഉദാഹരണം പറയുകയാണേ, എവല്യൂഷൻ എന്ന് പറയല്ല. അപ്പോൾ നമ്മൾ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇത് ഞങ്ങളെ പോലെയല്ല പെരുമാറുന്നത്, ഇത് ഇയാളെ തല എന്നെ പോലെയല്ല, എന്തൊരു മാറ്റമുണ്ട്, ഇതൊരു പ്രശ്നമായിട്ടായിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ എവല്യൂഷൻ്റെ ഒരു ഘട്ടത്തിൽ അവർ തീർച്ചയായിട്ടും കുറച്ചും കൂടെ ഇവോൾവ് ആയിട്ടുള്ള ജനറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഈ വാൾമാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ടെലിഗ്രാമിൻ്റെയോ ഒക്കെ സിഇഒ അതുപോലെ നമ്മളിന്ന് ആരാധനാപാത്രമായിട്ട് കാണുന്ന പല ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരും സ്പിരിച്വാലിറ്റിയിലേക്ക് അവർ എൻ്റർ ചെയ്യുന്നത് കാണുന്നുണ്ടാവും. എന്നാൽ റിലീജിയസ് അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ തന്നെ ഇതിന് മുന്നേ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു വാക്കാണ്. ഒരുപക്ഷെ അവർ സ്പിരിച്വൽ ആയിരുന്നെങ്കിലും നമ്മൾ അവരെ റിലീജിയസ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത് മുന്നേയുള്ള ആൾക്കാരെ. അപ്പോൾ ഈ റിലീജിയസ് എന്ന് പറയുന്ന ടേമും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ടേമും ഡിഫറൻ്റ് ആണോ? അതോ ഇപ്പോൾ ഉള്ളവർ എന്തുകൊണ്ട് ഇതിന് മുകളിൽ അതിനെ ചൂസ് ചെയ്യുന്നു? ഒരിക്കലല്ല. ഈ സ്പിരിച്വാലിറ്റി, ഈ കൺവീനിയൻസ് എന്ന് പറയുന്നൊരു ഘടകമുണ്ട് ഇതിൻ്റെ അകത്ത്. റിലിജ്യൻ, നമ്മളൊരു റിലീജിയസ് ആവുക എന്ന് പറഞ്ഞാൽ, റിലിജ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? കൂട്ടി വെക്കുന്നതെന്നാണ്. റിലീജിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടി വെക്കുക. കൂട്ടി വെക്കാൻ എന്തൊക്കെ വേണം? കൂട്ടി വെക്കാൻ നിയമങ്ങൾ വേണം, അതിനുള്ള കുറേ ഘടകങ്ങൾ വേണം, അതിനെ ഒരുമിച്ച് നിർത്താൻ, ആരെങ്കിലും തെറ്റിച്ചാൽ ചോദ്യം ചെയ്യുന്ന വ്യവസ്ഥ വേണം, ഇതൊക്കെ അനുസരിക്കണം. അനുസരിക്കണം. അപ്പോൾ അങ്ങനെ അനുസരിപ്പിക്കുന്ന ഒരു ഘടകം റിലീജിയൻ ഉണ്ട്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ആ അനുസരണയ്ക്ക് വിധേയനാകാൻ, അടിമപ്പെടലിന് വിധേയനാകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, എന്നാലോ റൂട്ടഡ് ആയിക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ തിരഞ്ഞെടുക്കുക കാണുമ്പോൾ ലൂസ്ലി സ്ട്രക്ചേർഡ് എന്ന് തോന്നുന്ന ഒന്നാണ്. പക്ഷേ ഈ പറഞ്ഞ ഇവരൊക്കെ, ഇപ്പോൾ ജൂലിയ റോബർട്ട്സ് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. മാർക്ക് സുക്കർബർഗ് അങ്ങനെ വന്നു. സ്റ്റീവ് ജോബ്സ് മുൻപ് ഉണ്ടായിരുന്നു. നീം കരോളി ബാബയൊക്കെ ബന്ധപ്പെട്ടത്. ഇവരൊക്കെ നമ്മൾ കാണുമ്പം അവരുടെ ജീവിതത്തിൽ ഈ റിലിജ്യൻ ഉണ്ടാക്കിയ ഡിസിപ്ലിനെക്കാട്ടും കഠിനമായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയിട്ടുണ്ട് പല കാര്യങ്ങൾ. നമ്മൾ ആ സെൽഫ് ഡിസിപ്ലിൻ പലപ്പോഴും കാണാറില്ല. നമ്മൾ കാണാറുള്ളത് ഒരു മതവിശ്വാസം ഫോളോ ചെയ്യുന്നില്ല, അതിനെക്കൊണ്ട് അവർ സ്വതന്ത്രരാണ്, പക്ഷെ അവർ സ്പിരിച്വലാണ്. സോ സ്പിരിച്വാലിറ്റി നമ്മളെ കൺവീനിയൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കല്ല. അവർക്കൊക്കെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഉള്ളത് കൊണ്ടാണ് അവർ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ സെൽഫ് ഡിസിപ്ലിനാണ് അവരുടെ വിക്ടറിയുടെ ലക്ഷണം. ആ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയതുകൊണ്ടാണ്. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയ വലിയ പണിയാണ്. സെൽഫ് ഡിസിപ്ലിൻ പെട്ടെന്നൊരു ദിവസം ഒരാൾക്ക് വരികയോ എൻലൈറ്റൻമെൻറ്റ് പോലെ കിട്ടുകയും ചെയ്യുന്ന സാധനമല്ല. സെൽഫ് ഡിസിപ്ലിൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അനുഭവങ്ങൾ ഉണ്ടാവുകയും അനുഭവങ്ങളും പാളിച്ചകളും ഇതുണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു തിരിച്ചറിവാണ്, ഇങ്ങനെയൊക്കെ വേണം മുന്നോട്ട് പോകാൻ. അത് ശരിയാവണമെന്നില്ല, അതും നാളെ തിരുത്താം. നമ്മൾ മരണം വരെ തിരുത്തിക്കൊണ്ടിരിക്കും. അതെ, തന്ത്രം പഠിപ്പിക്കുമ്പോൾ പറയാറുള്ള ഒരു മന്ത്രമുണ്ട്. എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന മന്ത്രമാണ്. ഭയങ്കര ശക്തി കൂടിയ മന്ത്രമാണ്. ജീവിതത്തിൽ രക്ഷ തരുന്നൊരു മന്ത്രമാണ്. ആ മന്ത്രം ഇതാണ്: മലകളും നദികളുമാണ്. മലകളും നദികളുമാണ്. മലകളും നദികളുമാണ് എന്നാണ് ആ മന്ത്രം. അതായത് ഇന്ന് ശരിയെന്ന് തോന്നുന്നത് നാളെ തെറ്റാൻ തോന്നും, ഇന്നലെ തെറ്റാൻ തോന്നിയത് നാളെ ശരിയെന്ന് തോന്നും. ഈ പ്രോസസ്സാണ് ലൈഫ്. ഈ ലൈഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാര്യങ്ങളോടുണ്ട്. നമുക്കൊക്കെ തോന്നാറില്ലേ? ഒരു സുഹൃത്തായിട്ട് നല്ല ബന്ധമായി, നമ്മൾ പറയും നല്ല ആളാണ് അയാൾ. കുറച്ച് കഴിയുമ്പോൾ അത്ര നല്ല ആളല്ലാന്ന് തോന്നുന്നു എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ നല്ല ശരിക്കും നല്ല ആൾ തന്നെയെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു അത്ര നല്ല ആളല്ലാന്ന് തോന്നുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ എല്ലാത്തിനോടും സർവ്വ കാര്യങ്ങളോടും. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് നേരത്തെ തോന്നി ഇൻ്റർവ്യൂ നല്ലതാണ്, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര രസമൊന്നുമില്ലാന്ന്. കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു നല്ലതായിരുന്നല്ലോ എന്നും തോന്നും. നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ഇയാൾ നല്ലതാന്ന് തോന്നുന്നു? കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു ഇയാൾ കുറച്ച് ഓവറാന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു അല്ല കുറച്ച് ഓവറല്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മാത്രമാണ് ആ ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഫ്ലക്ച്വേഷനിൽ എങ്ങനെയാണോ വല്ലാതെ ആടാതെ ഒലയാതെ പോവുക, അതാണ് ഒരു മനുഷ്യൻ്റെ സ്ഥിതപ്രജ്ഞ എന്നൊക്കെ വിളിക്കുന്നത്. അഭിപ്രായങ്ങൾ ഇരുമ്പുലൊക്കെ അല്ല എന്ന് പറയുന്ന പോലെ. അഭിപ്രായങ്ങൾ ഇരുമ്പുരക്കല്ല, വേറൊരു പശ്ചാത്തലത്തിലാണ്. അല്ല, ശരിക്കും അങ്ങനെയാണല്ലോ. അഭിപ്രായത്തിൽ തൂങ്ങി നിന്നുകൊണ്ട് ജീവിതം നശിപ്പിക്കരുത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അഭിപ്രായം ഇരുമ്പുലൊക്കെ ആവുന്ന ഈഗോ ഉണ്ടാവുമ്പോഴാണ്. ഞാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞു, അതുകൊണ്ട് അത് ശരിയാണോ എന്നുള്ളതല്ലല്ലോ അതിൻ്റെ കാര്യം. ഞാൻ അഭിപ്രായം പറഞ്ഞു, എനിക്കത് ശരിയായിരുന്നു. ഇഫ് യു കൺവിൻസ് മീ ദ അതർ വേ, അല്ലേ, നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി ഇതല്ല ശരി മറ്റാണ് ശരി എന്ന് പറയുമ്പോൾ എനിക്കത് മാറ്റാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം.
അതാണ് കാര്യം. എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റാം. കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്ന ഈ അഭിപ്രായങ്ങളും ഉണ്ടാ. എൻ്റെ അഭിപ്രായം ഇതല്ല, മറ്റുള്ളവർ എൻ്റെ അഭിപ്രായം ഇതല്ല. ഈ 2 അഭിപ്രായം തമ്മിൽ അടിയാ. ഒരാൾ പറയാം നിങ്ങളുടെ അഭിപ്രായം ഇതാണ്, എൻ്റെ അഭിപ്രായം ഇതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം ഇങ്ങനൊരു എഡ്ജ് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ മേലെ. അത് ഇയാൾ കേൾക്കാൻ തയ്യാറായാൽ അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള റിലേഷനിലേക്ക് പോകും. ഇപ്പോൾ ഈ റിലീജിയസ് ഇതിലേക്ക് വരുമ്പോൾ ഫ്രോയിഡിൻ്റെ പല ഇതും തെറ്റാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ റിപ്രസ്ഡ് സെക്ഷുവൽ ഡിസയേഴ്സ് അല്ലെങ്കിൽ അത് സബ്ലിമേഷൻ എന്നൊക്കെ പറയില്ലേ, ഈ ചെറുപ്പകാലത്ത് നമ്മൾ അടക്കി വെച്ച ലൈംഗിക മോഹങ്ങളും ഇതൊക്കെയാണ് ഒരുപാട് വയസ്സായി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് റിലീജിയസ് ആവുന്നതെന്നുള്ളൊരു സംഭവം ഉണ്ട്. ഒരു അതുള്ളതാണോ? ഞാനും കേട്ടിട്ടുണ്ട് ഈ ഏറ്റവും മാരകമായ ലഹരി റിലീജിയനാണ്, അല്ലെങ്കിൽ റിലീജിയസ് ആവുകയാണ് ഏറ്റവും നമുക്ക് ആർക്ക് വേണമെങ്കിലും കിട്ടാവുന്ന ലഹരി എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഗ്രാറ്റിഫിക്കേഷൻ ആണല്ലോ, അതായത് തൃപ്തി നൽകുന്നു. ലൈംഗികതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. സന്തോഷം തരുന്ന ആനന്ദകരമായ അനുഭവം. രതി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അപ്പം അത് മനസ്സിനും ശരീരത്തിനും ആനന്ദം കൊടുക്കുന്നുണ്ട്. അതിനെയാണ് സമൂഹം ഒരുപാട് കാലമായിട്ട് ഒപ്രസ് ചെയ്ത് ഇങ്ങനെയാക്കി വരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു റിലീസ് ഏതൊക്കെ വഴിക്കുണ്ടാവും ആ വഴിക്കൊക്കെ റിലീസ് ചെയ്യാൻ ശ്രമിക്കും. അതിൽ സംശയമില്ല. കാരണം ഇതിൻ്റെ മൊത്തം സ്കീം ഓഫ് ദ നേച്ചർ, പ്രപഞ്ചത്തിൻ്റെ മൊത്തം പദ്ധതി തന്നെ ഈ ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രജനി ഉണ്ടാക്കുക, പ്രജ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ. രാജാവ് പ്രജയല്ലേ, പ്രൊജനി. കുഞ്ഞുങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കരുത് ദയവായി. പ്രജ ഉണ്ടാക്കുക കണ്ടോ, പ്രജ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആ പ്രജയല്ല ദയവായിട്ട്. അപ്പോൾ ഇതെന്താ എന്ന് വെച്ചാൽ ഇത് പുതിയ തലമുറ പ്രജനനത്തിലെ പ്രജനനം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ തടഞ്ഞു വെച്ചാൽ നമ്മൾ വീക്കാവുന്ന സമയത്ത് അത് ഹിറ്റ് ചെയ്യും. അതൊരു സംശയമില്ല. നമ്മളിതിനെ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ പിന്നെ നമുക്കതിനെ അറിയണം, എങ്ങനെയാണ് ചാനലൈസ് ചെയ്യാൻ അറിയണം. യോഗികൾക്കൊക്കെ വജ്രൗളി, സഹജൗളി എന്നൊക്കെ പറയുന്ന ടെക്നിക്സ്, റൂട്ട് മാറ്റി വിടൽ, റൂട്ട് മാറ്റി വിടുക, ഊർധ്വരേതൻ എന്നൊക്കെ പറയുന്നത്, രേതസിനെ മുകളിലേക്ക് ഉയർത്താനുള്ള ചില ടെക്നിക്സാണ്, യോഗിക് ടെക്നിക്സാണ്. അതൊക്കെ ചെയ്തിട്ടാണ് അവർ പലപ്പോഴും ഈ ഒരു സാധനത്തെ കവർ ചെയ്യുന്നത്. അപ്പം അതിന് പകരം നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇതിനെ ഒപ്രസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു പല കാരണങ്ങൾ കൊണ്ട്. നമ്മൾ വീക്കാവുമ്പോൾ അത് ഹിറ്റ് ചെയ്യും. ഉറപ്പായിട്ടും ഹിറ്റ് ചെയ്യും. പല രീതിയിൽ ഹിറ്റ് ചെയ്യും. മാനസികമായി ഹിറ്റ് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് ഹിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചില ആളുകൾക്ക് റിലീജിയൻ ഒരു ആശ്വാസമായിട്ട് തോന്നും. ഇൻറ്റൻസ് റിലീജിയസ് ആയി മാറും ആ സമയത്ത്. ഇൻറ്റൻസ് റിലീജിയോസിറ്റി വരാം, പലതരത്തിലാവാം. അതിൽ ഒന്ന് ഏറ്റവും നല്ലതാണ് ഇൻറ്റൻസ് റിലീജിയോസിറ്റി. ബാക്കിയുള്ളവർക്ക് ഉപദ്രവമില്ലെങ്കിൽ. മോശമായിട്ടുള്ള ഘടകങ്ങൾ ഒരുപാടുണ്ട്. തമ്മിൽ ഭേദം റിലീജിയോസിറ്റിയാണ് ആ കണക്കിന്. മറ്റുള്ളവർ ദ്രോഹിക്കുകയോ കൊല്ലാനോ തീരുമാനിച്ചില്ലെങ്കിൽ. ഇത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എളുപ്പം ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് സ്പിരിച്വാലിറ്റി ചെയ്യാനായിരിക്കുമല്ലോ. അപ്പോൾ കാരണം ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റേതിൽ എളുപ്പം എളുപ്പം റിലീജിയനാണ്. സ്വീകരിക്കാൻ എളുപ്പം എപ്പോഴും റിലീജിയനാണ്. പക്ഷെ അവിടെ കാര്യമുണ്ട് നിയമങ്ങൾ. മറ്റേത് നമ്മൾ ആ അർത്ഥത്തിലാണോ സ്വീകരിക്കുന്നുള്ള ചോദ്യം. അപ്പം സ്റ്റീവ് ജോബ്സ് സ്വീകരിച്ച അർത്ഥത്തിൽ നിങ്ങൾക്ക് നീം കരോളി ബാബേനെ എടുക്കാൻ പറ്റില്ല. അയാൾ ഫോളോ ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അയാൾ ചെയ്ത ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ, അയാളുടെ സക്സസ് ആണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. സക്സസ്ഫുള്ളായ ഒരു മനുഷ്യൻ സ്പിരിച്വലായി. അപ്പോൾ നേരെ മറിച്ച് നമ്മളൊരാളോട് പറയുക, നീ വാ ഞാൻ ഒരാളെ കാണിച്ചുതരാം, ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ്, നീ അയാളെ കണ്ട് മോഡലാക്കി ചെയ്യും, ഒരു പിച്ചക്കാരനാണ്, അയാൾ റോട്ടുമ്പോൾ പിച്ചുണ്ട്, പക്ഷേ ഭയങ്കര സ്പിരിച്വലാണ്. ആരാ മൈൻഡ് ചെയ്യാൻ സ്പിരിച്വൽ ആയിട്ടുള്ള പിച്ചക്കാരനെ? ഇത് ഒരു ഇതുണ്ട്, ഇപ്പോൾ റിലീജിയസ് ആണെന്ന് പറയാൻ നമ്മുടെ ബുദ്ധിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്റലക്ച്വൽ ലെവലോ ഒന്നും അതുകൊണ്ടാണ് എളുപ്പമാണ്. പക്ഷേ സ്പിരിച്വൽ ആണെന്ന് കാണിക്കണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ തലയിൽ ആൾത്താൻ വെച്ചാൽ കുറച്ച് പണിയെടുക്കണം. നിങ്ങളെ നേരെ വർക്ക് ചെയ്യണം. റിലീജിയസ് ആവാൻ അത് വേണ്ട. നിങ്ങൾക്കൊരു പുസ്തകത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യേണ്ടത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കുകയും പഠിക്കുകയും അത് ഫോളോയും ചെയ്യാൻ മതി. നിങ്ങളുടെ ബുദ്ധിയെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മതത്തിലും നിങ്ങൾ ബുദ്ധിയെ അപ്ലൈ ചെയ്യണ്ട. മതം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ അകത്ത് അതിങ്ങനെ റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിലൊക്കെ ഉണ്ട്. മനുഷ്യൻ കുണ്ഡലിനി സത്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. ചക്രങ്ങൾ സത്യമാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ ചില ഭയങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയ വസ്ത്രം തുടങ്ങിയ ഭയമാണത്. കിട്ടൂലേ, അതായത് പാർപ്പിടം നഷ്ടപ്പെടും എന്നുള്ള ഭയം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട്. അത് ഗുഹാകാലം മുതലുള്ള ഭയമാണ്.
അതുകൊണ്ടാണ് ഇപ്പോൾ CAA NRC പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യ മുഴുവൻ അത് വികാരമായി കത്തി. സ്ഥലം പോയി പോവോ? കേരളത്തിൽ വഖഫ് ബോർഡ് ഇഷ്യൂസ് ഉണ്ടായപ്പം അത് കത്തി Protest. ഉണ്ടായി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ അത് നമ്മളെ ട്രിഗർ ചെയ്യും. ഇതുപോലെ വസ്ത്രവും പാർപ്പിടത്തിലൊക്കെ ട്രിഗർ ചെയ്യും. ഈ ഭയം അവിടെ ഉണ്ട്. ഈ ഭയത്തെ നമ്മൾ ഓവർകം ചെയ്യാൻ കണ്ടുപിടിച്ച ഒരു സംവിധാനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് സൊസൈറ്റി. സാമൂഹികമായിട്ട് നമ്മളിങ്ങനെ നിന്ന് പോകുമ്പോൾ ഈ ഭയത്തെ അത് ചെയ്തു പോവാം. കുടുംബം കൂട്ടുണ്ടല്ലോ, കൂട്ടുണ്ടല്ലോ, അങ്ങനെയൊന്നും പറ്റൂല, ഞാൻ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ലല്ലോ. നിനക്കും പറ്റും. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ നോക്കുന്ന പോലെയാണ് അല്ലേ? ഈ ഭയം തീരുന്ന അപ്പുറത്തെ വീട്ടിൽ കറണ്ടില്ലേ, അപ്പുറത്തും ഇല്ലല്ലോ. അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് കുടുംബം, ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം, ഫാമിലി. ഇനി സ്വാധിഷ്ഠാന ചക്രം, അത് ഡീപ്പ് സെക്ഷൽ ഫിയർ ആണ്. ഇണ നഷ്ടപ്പെടുമോ, ലൈംഗികത ലഭിക്കൂല എന്നുള്ള ഭയമാണ്. ഇതെല്ലാ ജീവിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നല്ല ശതമാനം പുരുഷന്മാർക്കുണ്ട് പെണ്ണ് കിട്ടാത്ത. എല്ലാവർക്കും പെണ്ണ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേര് മാത്രമാണ് മാരേജ്. മാരേജ്. മാരേജ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലേ? മാരേജിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ. മാരേജ് എന്ന് പറയുന്ന സംവിധാനം എത്ര ആൾക്ക് പെണ്ണ് കിട്ടുന്ന? സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യാൻ വളരെ ഓപ്പണായിട്ട് സമൂഹം അതിനെ അടക്കി വിവാഹം എന്ന് പറയുന്ന വ്യവസ്ഥയെപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത് ഡീൽ ചെയ്യാൻ പറ്റില്ല. അരാജകത്വം ഉണ്ട്. അരാജകത്വം, മണിപൂരക ചക്രം, നമുക്കുണ്ടാവുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി, ലോകവുമായി ബന്ധപ്പെട്ട ഇൻസെക്യൂരിറ്റീസ് ആണ്. അതിന് റിസോഴ്സസ് കിട്ടുമോ എന്നുള്ള പേടിയാണ്. ഈ റിസോഴ്സസ് കിട്ടില്ല എന്നുള്ള പേടിയാണ് നമ്മൾ ഓവർകം ചെയ്തത് മണി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ തന്ത്രം പറയാൻ അന്ധതാമിസ്ത്രങ്ങളായിട്ടുള്ള ലോകങ്ങൾ, അന്ധതയും തമസും, ഇരുട്ടും തമോ ഗുണവും ചേർന്നിരിക്കുന്ന ലോകങ്ങളാണ് ഈ 3 ലോകങ്ങൾ. ഇവിടെ ബേസിക് ഫിയേഴ്സ് അടക്കുക മനുഷ്യൻ്റെ. ഇതിനെ നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചിട്ടാണ്. ഫാമിലി, മാരേജ്, മണി, റിലിജ്യൻ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചിട്ടാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പ്രശ്നം പരിഹരിച്ചോ? പണ്ടുണ്ടായിരുന്ന പ്രശ്നം നമ്മൾ കുടുംബത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പണ്ടുണ്ടായിരുന്ന പ്രശ്നം നമ്മൾ മാരേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പണ്ടുണ്ടായിരുന്ന സെക്ഷൽ ഫിയർ ഇപ്പോൾ മാരേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. കുടുംബ ജീവിതത്തിൽ ഈ ഭാര്യയെ വിട്ടിട്ട് പോവോ, ഭർത്താവ് വിട്ടിട്ട് പോവോ, പൊസസീവ്നെസ്, ജലസി, കുറേ ഒരുപാട് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ മനുഷ്യരാശി കണ്ടുപിടിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അന്ന് മുതലേ മനുഷ്യൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചക്രത്തുനിന്ന് ഒന്ന് വെളിയിൽ കിടക്കണം. ആ ചക്രത്തുനിന്ന് വെളിയിൽ കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പലവിധ മെത്തേഡുകളിൽ ഒന്നാണ് തന്ത്രവും യോഗവും കുണ്ടലിനിയൊക്കെ. ഓരോ ചക്രങ്ങളും ഓരോ പ്രശ്നങ്ങളാണ്. 100%. ലളിതാ സഹസ്രനാമത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ചക്രവിഭേദിനി എന്നല്ലേ പറയുന്നത്. ചക്രത്തെ ഭേദനം ചെയ്യാൻ. വേണ്ട സാധനമാണെങ്കിൽ ഭേദനം ചെയ്യില്ലല്ലോ. രുദ്രഗ്രന്ഥി വിഭേദിനി, ഗ്രന്ഥി നോട്ട്സ്, സൃഷ്ടിസ്ഥിതി സംഹാരത്തെ ബ്രഹ്മഗ്രന്ഥി, ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മഗ്രന്ഥി, രുദ്രഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി വിഭേദിനി, ഭേദനം ചെയ്യാണ്, പൊട്ടിക്കുകയാണ്. അങ്ങനെയാണ് ഫ്രീഡം തരുന്നത്. അപ്പം നമ്മൾ പെട്ട് കിടക്കുകയാണ് ഇതിലെല്ലാം. 100% ആണല്ലോ. എല്ലാവരും അതെ, പറയുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാവരും പെട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയുള്ള ത്വര മനുഷ്യരാശിയുടെ ഉള്ളിൽ അതിശക്തമായിട്ടുണ്ട്. അതിൻ്റെ കാരണം മനുഷ്യന് ബോധമുള്ളതാണ്. നായ ചിന്തിക്കുന്നില്ല അതിൻ്റെ സ്വാധിഷ്ഠാന ചക്രത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. മനസ്സിലായില്ലേ? കാരണം നായ അതേക്കുറിച്ച് ബോധമുള്ളതല്ല. നായയുടെ ലോകത്ത് അപ്പം നമ്മൾ പറയും, ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. നായയ്ക്കറിയോ ദൈവമുണ്ടെന്ന്, പശുവിനറിയോ ദൈവമുണ്ടെന്ന്, ലോകത്തൊരു ജീവിക്കും ദൈവമില്ല. അതിന് ദൈവമുണ്ടെന്ന് അറിയേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ കാര്യം. ബോധമുണ്ടെങ്കിലേ ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള തോന്നൽ വരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം, നായക്കറിയോ ആഗോളവൽക്കരണം ഉണ്ടെന്ന്, നായക്കറിയോ ട്രംപ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നായക്കറിയോ അമേരിക്ക സാമ്രാജ്യ ശക്തിയാണെന്ന്, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചാൽ ഇതിനൊന്നും ഉത്തരമില്ല. അപ്പോൾ എന്താ പറയുക ഉത്തരം? നായക്ക് അത് അറിയേണ്ട കാര്യമില്ല. അതുപോലെ നായക്ക് ഇതും അറിയേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ.